ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കാരണം മണ്ടയും തൊണ്ടൊക്കെ അടച്ചിരിക്കുകയാണേ. കാലാവസ്ഥ മാറിയതും പൂമ്പൊടിയുടെ അലർജി എല്ലാം കൂടെ ആയിട്ട് നല്ല സുഖം ഇപ്പോൾ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. തംബ്നെയിലും ടൈറ്റിലും ഒക്കെ പറഞ്ഞ പോലെ ആദ്യം തന്നെ നല്ല സൂപ്പർ ഒരു മിൽക്ക് പുഡിംഗ് ഞാൻ കാണിച്ചു തരാവേ. മിൽക്ക് പുഡിംഗ് ആണെങ്കിൽ 2 പീസ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ് ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യം 2 മുട്ട ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ 2 പീസ് ബ്രൗൺ ബ്രെഡ് ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തു. ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. മിൽക്ക് പുഡിംഗ് ആണല്ലോ, പാലൊഴിച്ച് നമ്മുടെ ബ്രെഡ് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. നമ്മുടെ ആ മിൽക്ക് പുഡിംഗ് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ ബ്രെഡ് ചേർത്ത് കൊടുത്തത്. പിന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഒരു പാത്രത്തിൽ ഉറയ്ക്കാനായിട്ട് മാറ്റി വെച്ചു, ആറാനായിട്ട്. നന്നായിട്ട് ആറാണ് കാരമലൈസ് ചെയ്താൽ, അതുകൊണ്ട് ആ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കുതിർന്ന് വന്ന ബ്രെഡ് നന്നായിട്ട് മിക്സിയിൽ അങ്ങ് അരച്ചെടുത്തു. അതായത് നല്ല രീതിയിൽ പാല് പോലെ തന്നെയായി. ഇത് വേണമെങ്കിൽ അരിച്ച് നമ്മുടെ ആ കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അരിച്ചൊന്നും കൊടുക്കുന്നില്ല, അരിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. കാരണം എയർ ബബിൾസ് നമുക്ക് മുകളിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ഈവൻ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് അടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ച് പൊതിഞ്ഞു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് ഒരു അടപ്പുള്ളുണ്ട്, ഞാനത് വെച്ച് അടച്ചു. എന്നിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് മുകളിലത്തെ തട്ടിലോട്ട് നമ്മുടെ പുഡിംഗ് മിക്സറിൻ്റെ ആ പാത്രം കൂടെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ്സ് എങ്കിലും മാക്സിമം, അതായത് ഒരു 35 to 45 മിനിറ്റ്സ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് മൈക്രോവേവും നമ്മുടെ കൺവെക്ഷൻ മോഡിൽ ബേക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിത് സ്റ്റീം ചെയ്താണ് എടുത്തത്. എന്നിട്ട് അത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി ദേ മറിച്ചിട്ട് കൊടുത്തു. കണ്ടോ, ഇത്രയും സൂപ്പർ പുഡിങ് നമുക്കിനി കിട്ടാനില്ലെന്നേ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് ശരിക്കും വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. ബ്രെഡാണെന്നൊന്നും അറിയത്തില്ല. 2 പീസ് ബ്രെഡ് ചേർത്താൽ മതി. ഓവറായി കഴിഞ്ഞാൽ അത് ബ്രെഡ് പുഡിങ് ആയി പോകും. നമ്മൾ ഈ കോൺഫ്ലവർ അതും ഇതൊന്നും ചേർക്കാതെ തന്നെ ടേസ്റ്റി ആയിട്ട് ഈ ബ്രെഡ് ചേർത്താലും നമുക്ക് നമ്മുടെ മിൽക്ക് പുഡിങ് കിട്ടും. കാരണം മിൽക്ക് മാത്രം ആകുമ്പോഴത്തേക്കേ കൂടുതൽ മുട്ട ചിലപ്പോൾ ചേർക്കേണ്ടി വന്നാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു ഫ്ലേവറിന്, അത് മുട്ടയുടെ ആ ഒരു ഇത് മാറാൻ വേണ്ടി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് പുഡിംഗ് ഉണ്ടാക്കി നോക്കുക. ശരിക്കും കസ്റ്റർഡ് പൗഡറൊക്കെ കുറുക്കിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡുണ്ട്, അതിലൊക്കെ ബെറ്റർ ആയത്. ബ്രെഡ് ചേർത്തൊന്നും അറിയത്തില്ല, നാക്കിലിട്ട് അലിഞ്ഞു പോവും. ഞാൻ പറഞ്ഞല്ലോ, മുട്ടയുടെ ടേസ്റ്റോ ഒന്നുമില്ല, അത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. കസ്റ്റർഡ് പുഡിംഗൊന്നും ഇതിന്റെ അയലത്ത് വരത്തില്ല ഈ മിൽക്ക് പുഡിങ്ങിന്റെ. ഞാൻ വെറുതെ പറയുമല്ല, നിങ്ങളെല്ലാവരും ഈസിയാണ്, ഒരുപാടുമില്ല. ദേ നമ്മുടെ അങ്കു കഴിച്ച് കാണിച്ചു തരും. വെറുതെ പറയല്ല, ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ കുറച്ചു നേരം ഒന്ന് ആറിയിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഫ്രീസറിൽ വെച്ച് ഞാനൊരു അരമണിക്കൂർ വെച്ചതേ ഉള്ളൂ. ഫ്രീസറിൽ തന്നെ വെക്കണമെന്നില്ല, സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ വെച്ചാൽ മതി കേട്ടോ. ഞാൻ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നല്ല സൂപ്പർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. എത്ര സോഫ്റ്റാന്ന് നോക്കിയേ. ബ്രെഡിന്റെ ടേസ്റ്റും അറിയത്തില്ല, മുട്ടയുടെ ടേസ്റ്റും അറിയത്തില്ല, നാക്കിലിട്ട് അലിഞ്ഞു പോകുന്ന നമ്മുടെ സ്വന്തം മിൽക്ക് പുഡിംഗ്. അങ്ങനെ പുഡിങ്ങിൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞിട്ടേ ഇനി ഡിന്നർ ഉണ്ടാക്കാൻ നിന്നില്ല. എനിക്ക് മസാല ദോശ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മുടെ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ രാക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാക്കെ ഓടിപ്പോയി വിളിച്ച് പറഞ്ഞാൽ അവരെല്ലാം റെഡിയാക്കി വെച്ചേക്കും. മസാല ദോശയൊക്കെ പോയിരുന്ന് കഴിക്കുന്ന ടേസ്റ്റ് എന്തായാലും വീട്ടിൽ വരുമ്പോൾ കിട്ടത്തില്ല. പക്ഷേ എനിക്ക് എന്തോ മസാല ദോശ കഴിക്കാനൊരു ആഗ്രഹം. കാരണം രാക്കെ നാട്ടിൽ പോയിട്ട് മസാല ദോശ അങ്ങനെ കഴിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കും കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ രാക്കെ പോയിട്ട് വാങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കോളിഫ്ലവർ കൊണ്ടാട്ടവും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു തമിഴ്നാട് സ്റ്റൈലില് ഗോപി, അതായത് നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയതാ. 3 മസാല ദോശയുടെ കൂടെ കിട്ടിയ സാമ്പാറാ. അവരുടെ കോഫി ഹൗസിലെ സാമ്പാർ നല്ല കേട്ടോ. പിന്നെ തേങ്ങാ ചട്നി, സാമ്പാർ, നമ്മുടെ മസാല ദോശ. അങ്കുവിന് ശരിക്കും ആ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് വായിന്ന് പോകാത്തതുകൊണ്ട് അവർ ദോശ വേണ്ട പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല മോനെ, കഴിച്ചോ, ഇനി അമ്മ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ സാമ്പാറുണ്ട്, നല്ല കുറുകിയ സാമ്പാർ. ഈ നോർത്ത് ഇന്ത്യൻ സാമ്പാർ പോലെ അല്ല കോഫി ഹൗസിലെ സാമ്പാർ, ശരിക്കും നമ്മുടെ കേരള സാമ്പാർ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ദോശ. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുറച്ച് സോഗി പോലെ ആയിപ്പോകും, പക്ഷേ ടേസ്റ്റ് സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. അകമൊക്കെ കണ്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പച്ചക്ക് വിച്ച് കഴിച്ചിട്ട് പിന്നെ കറിയെല്ലാം ഒഴിച്ചു. കുറച്ച് ചട്ടിയും കുറച്ച് സാമ്പാറും നമ്മുടെ കോളിഫ്ലവർ കൊണ്ടാട്ടോ, കുറച്ച് സ്പൈസി ആയിട്ടുള്ള കോളിഫ്ലവർ ആട്ടോ. അവർ ശരിക്കും കടുവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കാവുമ്പോൾ പ്രത്യേകിച്ച് രാക്കെ മലയാളീസ് വിളിച്ച് പറയുമ്പോൾ അവർ കുറച്ചും കൂടെ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ അതേ ലാസ്റ്റ് പച്ചയ്ക്കും കുറച്ച് വെച്ച് കഴിച്ചു. നമ്മുടെ മുറ്റത്തെ പൂക്കളുടെ വേറൊരു ടൈപ്പ് പൂവായത് കേട്ടോ. ഒരാൾക്ക് രാവിലെ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആകുകയാണ്. രാക്കെ ഈ കഷായം കാര്യങ്ങളൊക്കെ കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാക്കയുടെ മുടി കൊഴിച്ചിലിന് വേണ്ടി നമ്മുടെ ഇവിടെ കോട്ടയ്ക്കൽ പോയിട്ടേ, ഇവിടെ ഡൽഹിയിലും ഉണ്ട്. ഇപ്പം നാട്ടിൽ പോയപ്പോൾ നാട്ടിൽ നിന്നും കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു.
അതൊക്കെ കുടിച്ചിട്ടാണ് ആശാന ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ റോഡ് പണി നടക്കുകയെന്ന് ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചിരുന്നല്ലോ, കണ്ടോ നമ്മുടെ മുറ്റത്ത് ഇപ്പോൾ അവരുടെ സിമെൻറ്റിങ്. കാരണം ഈ മഴയൊക്കെ ഇനി വരുവാണെങ്കിൽ വെള്ളം കെട്ടാതിരിക്കാനും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് അവരിത് തകൃതിയായിട്ട് നടത്തുന്നുണ്ട് റോഡ് പണി. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തലേ ദിവസം നമ്മൾ കോഫി ഹൗസിൽ നിന്ന് ഉഴുന്നുവടയും പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഉഴുന്നുവട നമുക്ക് സ്വന്തമായിട്ടങ്ങ് ഉണ്ടാക്കിയാലോ എന്ന്. ബാക്കി സാമ്പാറും ഉണ്ടേ ഫ്രിഡ്ജിൽ, ഒത്തിരി സാമ്പാറില്ലായിരുന്നോ. അപ്പോൾ അതേ ഉഴുന്ന് ഞാൻ നന്നായിട്ട് കുതിർന്നിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചതേ ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് പാടാണ് ഈ രീതിയിൽ കിട്ടാൻ വേണ്ടി, മിക്സിയൊക്കെ ബ്ലേഡൊക്കെ ഓടിയാതെ വേണം അഡ്ജസ്റ്റ് ചെയ്ത് അരച്ചെടുക്കാം. എന്തായാലും ഇതേ നല്ല പരുവത്തിന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി ശീലമായിട്ട് റെഡിയായി. പിന്നെ ഞാനത് ഫ്രിഡ്ജിലൊരു അരമണിക്കൂർ വെച്ചേക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ വെച്ച് ആ ഉഴുന്നൊന്ന് സെറ്റ് ആയാലേ കുറച്ചും കൂടെ നല്ലൊരു ടെക്സ്ചർ കിട്ടും നമ്മുടെ വടയ്ക്ക്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ വട ഒന്ന് തണുത്ത് കിട്ടിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ സംഭവങ്ങൾ അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ക്രഷ്ഡ് കുരുമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെന്താ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതേ ഞാൻ ഓരോ ട്രിപ്പായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഉഴുന്നോടൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുമെന്നേ. ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ 1-2 ഒക്കെ കഴിക്കത്തുള്ളല്ലോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചധികം കഴിക്കുകയും ചെയ്യും. പിന്നെ വേറൊന്നും കൂടെ ഞാൻ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കഴിക്കാമെന്നേ. നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കുറച്ച് എണ്ണപലഹാരമൊക്കെ കഴിച്ചാലേ ഉള്ളൂ നമ്മുടെ വയറിന് ഒരു തൃപ്തി കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ ഉഴുന്ന് വടകൾ റെഡിയായി വരുന്നുണ്ട്. ഒരുവിധം നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ സാമ്പാർ ഞാൻ കോഫി ഹൗസിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് തണുപ്പ് മാറിയിട്ട് അതും കൂടെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. വേറെ കൂടെ ചട്നിയും കാര്യങ്ങളൊന്നും അരയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മുടെ ഈ സാമ്പാർ തന്നെ മതിയെന്ന് വിചാരിച്ചു. പിന്നെ കൂടെ കട്ടൻ ചായയും കൂടെ കുടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണ പലഹാരമൊക്കെ കഴിച്ചിട്ട് കട്ടൻ ചായയാണ് ഏറ്റവും നല്ലത് പാൽ ചായയെ കാട്ടി. കാരണം കുറച്ച് ദഹിക്കുകയും ചെയ്യും. കട്ടൻ ചായ അത്ര ഇഷ്ടമൊന്നുമുള്ള ആളല്ല, പക്ഷെ ഇതിൻ്റെ കൂടെയൊക്കെ ഇതൊരു കോമ്പിനേഷനാണ്. ഇത് അതായത് ഈ എണ്ണ പലഹാരങ്ങൾ, കപ്പ, ഇതൊക്കെ കഴിഞ്ഞിട്ട് കട്ടൻ ചായയും കട്ടൻ കാപ്പിയാണ് പാലൊഴിച്ചുള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഗുണവും നല്ലതും. അപ്പോൾ അതേ നമുക്ക് ഇത്രയും വടകൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും ലാവിഷായിട്ട് കഴിക്കാനുള്ളതുകൊണ്ട് നമ്മുടെ സാമ്പാറും വേണ്ട രീതിയിലുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ടാണ് ചട്നിയൊന്നും അരയ്ക്കാൻ നിൽക്കാത്ത കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കട്ടൻ ചായയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത്ര കട്ടൻ ചായ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഇതിൻ്റെ കൂടെ കട്ടൻ ചായയാണ് പാൽ ചായക്കാട്ടിയും എന്തുകൊണ്ടും ടേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്താ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഉള്ള ഫുഡങ്ങ് ഉണ്ടാക്കി കഴിക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ട്, ഇതൊന്നും അൺഹെൽത്തി എന്നൊന്നും എനിക്ക് പറയാനില്ല. കാരണം ഉഴുന്നെന്താ അൺഹെൽത്തി ഒന്നും അല്ലല്ലോ, ഹെൽത്തി തന്നെ. പിന്നെ എണ്ണയിലിട്ട് പൊരിക്കുന്നതേ ഉള്ളൂ. ഡെയിലി കഴിക്കാതെ വല്ലപ്പോഴും ഒക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ചത്തൊന്നും പോകുന്നില്ല. അഥവാ അങ്ങനെ ചത്തുപോയാലും ചാട്ടെന്ന് വിചാരിക്കുക കേട്ടോ. അത് ഞാൻ വെറുതെ പറഞ്ഞാണ്. ഓരോരുത്തരുടെ ഡയറ്റ് അനുസരിച്ച് നോക്കുക, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഞാനിങ്ങനെ നോക്കാറില്ല. എനിക്ക് വിശക്കുവാണെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ഒരു മൂഡ് അനുസരിച്ച് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതേ നമ്മുടെ വൈകുന്നേരത്തെ വെയിലെല്ലാം കിച്ചണിൽ നന്നായിട്ട് കിട്ടുവേ. ഇപ്പം നല്ല സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് അകത്തോട്ടൊക്കെ ഒരു വിധം കിട്ടും. അപ്പം ഞാൻ കുറച്ചൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. കാരണം നമുക്ക് വൈറ്റമിൻ ഡിയും ആവശ്യമാണല്ലോ. പിന്നെ നമ്മുടെ പൂക്കൾ മെയിൻലി ഇപ്പം ജമന്തി പൂക്കളാണെന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്നതാണ്. ഞാൻ ഒരു വട്ടം കാണിക്കാറുണ്ടല്ലോ. പിന്നെ വേറെ എന്തൊക്കെയോ ടൈപ്പിൽ പൂക്കളുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിയത്തില്ല. ജമന്തി പൂക്കൾ പിന്നെ നമ്മൾ പൂജയ്ക്കൊക്കെ എടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ കപ്പ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഉപ്പും ഇട്ടിട്ട് ദേ നല്ല വെണ്ണ പോലത്തെ കപ്പയെന്ന് പറയത്തില്ലേ, നാക്കിയിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന കപ്പയായിരുന്നു അത്. അപ്പോൾ ഞാനത് എടുത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പുട്ടുപോലെ വെന്തിട്ട് നല്ല അലിഞ്ഞു പോകുന്ന കപ്പയായിരുന്നു. അതിൻ്റെ കൂടെയും പാൽച്ചായ ലവറായ ഞാൻ കട്ടൻ ചായ ഇട്ട്. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കട്ടൻ ചായയാണ് പാൽ ചായ കട്ടിയും കുറച്ചും കൂടെ നല്ലതും. ഒരു കോംബോ എന്ന് വിളിക്കാം. അങ്ങനെ ഇതൊക്കെയായിരുന്നു ശരിക്കും തട്ടിക്കൂട്ട് ഭക്ഷണങ്ങൾ. തട്ടിക്കൂട്ടെന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താണോ ഫുഡ് കഴിക്കാൻ ആഗ്രഹം അതൊക്കെ അങ്ങ് കഴിച്ച് നമ്മളങ്ങ് ജീവിക്കുക. ഇപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാ ഓരോരുത്തർക്ക്, എത്ര നോക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ഒരു പോളിസി പ്രകാരം ഇപ്പം ഇവിടെ ആയാലും രാഖി ആയാലും അങ്കു ആയാലും അവർക്കും ഞാൻ എന്താ കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റിൽ അവരിപ്പോൾ അഡ്ജസ്റ്റ് ആയി. കാരണം അവരും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചോറ് തന്നെ ഉച്ചയ്ക്ക് വേണം, രാവിലെ ദോശ അല്ല ഇഡ്ഡലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ആ ഒരു രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ നമ്മൾ നേരത്തെ ശീലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ചിലർക്ക് ഉച്ചയ്ക്ക് ചോറ്, എനിക്കും ചോറ് കഴിക്കണമെന്നൊക്കെ ഉള്ള ദിവസം ഞാൻ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലെന്തായാലും ഹാപ്പിയുവാ. അപ്പോൾ നമുക്ക് ഡിന്നർ ഇന്ന് കുറച്ച് നല്ല രീതിയിൽ തന്നെ വെച്ച് കേട്ടോ. വേറെ ഒന്നും വല്ല മുട്ടക്കറിയും
നമ്മുടെ ചപ്പാത്തി. സിമ്പിളായിട്ടൊരു മുട്ടക്കറി കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയുടെ ബാക്കി എണ്ണയൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ. അത് പെട്ടെന്ന് അങ്ങ് എടുക്കുവാണെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് പിന്നെ അതിൽ നമ്മുടെ തട്ടിക്കൂട്ടി ഒരു മുട്ടക്കറി ഉണ്ടാക്കി നെയ്യൊക്കെ തേച്ച് നല്ല ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തു. കുറച്ച് ദിവസമായി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കേട്ടോ. എനിക്കത് ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ വെച്ച് ശരിയാണല്ലോ, കുറേ നാളായാലും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടെന്ന്. അപ്പോൾ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാട്ടോ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.